കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ MLA ആണ് RJDയുടെ നേതാവായിട്ടുള്ള KP മോഹനൻ. കേരള നിയമസഭയിൽ RJDക്ക് ഒരേ ഒരു MLA ഉള്ളൂ, അത് KP മോഹനൻ മാത്രമാണ്. ഇടതുപക്ഷം KK ശൈലജയെ 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച ആ സീറ്റ് 2021 മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായാണ് ഒഴിഞ്ഞുകൊടുക്കുകയും KP മോഹനൻ അവിടെ നിന്ന് വിജയിക്കുകയും ചെയ്തു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KP മോഹനൻ മത്സരിച്ച് UDF ടിക്കറ്റിൽ നിന്നും ഇതേ സീറ്റിൽ 3500 വോട്ടുകൾക്ക് വിജയിച്ച സീറ്റാണ്. അവിടെയാണ് 2016 ആയപ്പോൾ CPIM വേണ്ടി KK ശൈലജ സീറ്റ് KP മോഹനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പിടിച്ചെടുത്തത്. എന്നാൽ KP മോഹനെ 2021 ഇടതുപക്ഷവുമായി അന്നത്തെ സോഷ്യലിസ്റ്റ് ജനതാദൾ സഹകരിക്കാൻ ചേർന്നപ്പോൾ പിന്നീട് അത് RJD ആയി. കൃത്യമായും ശ്രേയസ് കുമാറിനും KP മോഹനും ഉറപ്പ് കൊടുത്തതിൻ്റെ ഭാഗമായാണ് കൽപ്പറ്റ നിയമസഭാ സീറ്റ്, അതായത് നേരത്തെ AK ശശീന്ദ്രൻ എന്ന CPIM നേതാവ് മത്സരിച്ച് വിജയിച്ച കൽപ്പറ്റ സീറ്റ് KP മോഹന് കൂത്തുപറമ്പ് നിയോജക മണ്ഡലവും കൊടുത്തത്. കൽപ്പറ്റയിൽ T സിദ്ദിഖ് എന്ന കോൺഗ്രസിന്റെ യുവ നേതാവ് വെന്നിക്കൊടി പാറിച്ചപ്പോൾ കൂത്തുപറമ്പിൽ പക്ഷേ ആ രീതിയിൽ UDFന് വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ KP മോഹനൻ ഇപ്പോൾ ശ്രേയസ് കുമാറുമായി ഉടക്കിന്റെ ഭാഷയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മന്ത്രിസ്ഥാനം KP മോഹന് ലഭിക്കാത്തത് വലിയ രീതിയിൽ അദ്ദേഹത്തിനെ നിരാശവാനാക്കിയിട്ടുണ്ട്. കാരണം ഇടതുപക്ഷത്തിനകത്ത് ഒരൊറ്റ MLA ഉണ്ടായിരുന്ന ആന്റണി രാജുവിൻ്റെ പാർട്ടിക്കും അഹമ്മദ് ദേവർകോവിലിനും ഒക്കെ മന്ത്രിസ്ഥാനം 2.5 കൊല്ലത്തേക്കെങ്കിലും കിട്ടിയിരുന്നു. എന്നാൽ RJDക്ക് പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഇല്ലാതെ പോയതും KP മോഹനെ മന്ത്രിയാക്കാത്തതിലും വലിയ രീതിയിൽ അദ്ദേഹം CPIM ഇടതുപക്ഷത്തോടും അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നിർണായക നീക്കം നടത്തുകയാണ്. ഇതോടുകൂടി കൂത്തുപറമ്പ് സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തന്നെ KP മോഹനൻ മത്സരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. RJD വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നതിന് കാരണമാകുന്നത് കേരളത്തിൽ RJDയുടെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്തുകൊണ്ട് MP വീരേന്ദ്രകുമാറിൻ്റെ മകനായ ശ്രേയസ് കുമാറും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും വലിയ തോതിൽ കുതിരക്കച്ചവടം നടത്തുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല KP മോഹനൻ ശക്തമായി തന്നെ UDFുമായി സഹകരിക്കേണ്ടതിൻ്റെ അനിവാര്യത ഉറപ്പിച്ചിരിക്കുകയാണ്. UDFിൽ നിന്നപ്പോഴാണ് KP മോഹന് മന്ത്രിസ്ഥാനം കിട്ടിയത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കൃഷി വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു അദ്ദേഹം. എന്നാൽ ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ അപമാനം മാത്രമാണ് സഹിക്കേണ്ടി വന്നത് എന്നാണ് KP മോഹനൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ സർവ്വസജീവമായി ഉണ്ടാകുമെന്നും ശ്രേയസുമായി ഒരു രീതിയിലും ഇനി സൗഹൃദം ഉണ്ടായിരിക്കില്ല എന്നും കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്.